അഹങ്കാരമുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള അടയാളം എന്താ? അല്ലാഹുവേ, മദീനത്ത് ചെല്ലുമ്പോൾ കാണാം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫിന്റെ അകത്ത് മുത്തുനബിയുടെ വലതും ഇടതും രണ്ടുപേര് കിടക്കുന്നുണ്ട്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ് പറഞ്ഞു തരുന്നത്. ആരാ ഉമറെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ഉമറിന്റെ ജാഗരിയ കാലഘട്ടത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. പഠിച്ചവരെ, ഭക്ഷണം കഴിക്കാത്ത കുഞ്ഞുങ്ങളോട് ഉമ്മ പറയും, എടാ ഖത്താബിന്റെ മകൻ ഉമർ വരുന്നുണ്ട്. നമ്മുടെയൊക്കെ വീട്ടില് നമ്മുടെ മക്കള് ഭക്ഷണം കഴിക്കാതിരുന്ന ഉമ്മ പറയും, ചീത്താൻ വരുന്നത് അല്ലെ? ഞങ്ങളുടെ നാട്ടിൽ വേറെ പറയും, ഇവിടെ എന്താ പറയുന്നത് എനിക്കറിയില്ല. അപ്പൊ പിന്നെ പിടിച്ചോണ്ട് പോതോ, ഇന്ന ആള് വരുന്നത് പേടിക്ക്, പാക്കാന്ത വരുന്നു, ചെയ്താൻ വരുന്നു എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ഉമർ തങ്ങളുടെ കാലഘട്ടത്തിൽ മക്കള് ഭക്ഷണം കഴിക്കാതെ വന്നാ, ഓ വരുന്ന ഖത്താബിന്റെ മകൻ ഉമർ വരുന്നു, പാരി തിന്നു. അപ്പൊ തന്നെ അപ്പൊ ചിന്തിച്ചു നോക്കിയേ, വലിയവരുടെ കാര്യം പോകട്ടെ, ചെറിയ കുട്ടികൾ പോലും ഭയക്കുന്ന രീതിയിൽ. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അയൽവാസിയോട് പറഞ്ഞപ്പോൾ അയൽവാസി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഈ വീടിന്റെ മുറ്റത്ത് ഇരിക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും, എന്നാൽ ഖത്താബിന്റെ മകൻ മുസ്ലിമാവും. ഈ നിൽക്കുന്ന കഴുത മുസ്ലിമായി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം, ഖത്താബിന്റെ മകൻ ഉമർ അവൻ മുസ്ലിമായി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. അപ്പൊ ആലോചിക്കും, ഒരു കഴുത മുസ്ലിമായി എന്ന് പറഞ്ഞാലും ഉമറും ആ ഉമർ തങ്ങൾ. അപ്പൊ ആ ഉമർ തങ്ങളുടെ ധൈര്യം, നെഞ്ചു വിരിച്ചിട്ട് നടന്ന എന്തായിരിക്കും ഒന്ന് ആലോചിക്കും. എല്ലാവർക്കും പേടിയാ, എന്തേടാന്ന് ചോദിച്ച വെച്ചിന് അനമൂല. അതായിരുന്നു ഉമർ. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയമുള്ളവരെ, ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായിട്ടിരിക്കുമ്പോ ഉമർ തങ്ങളെ പടച്ചവനെ ഖലീഫയാണല്ലോ. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുകയാണ്, അസ്സലാത്തു ഖൈറും മിനൻ നൗം. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുകയാണ്. എല്ലാവരും പള്ളിയിലേക്ക് വിടുകാൻ തുടങ്ങി. എല്ലാവരും പള്ളിയിലേക്ക് നിസ്കരിക്കാൻ കടന്നു ചെന്നു. എല്ലാവരും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നിസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിക്കകത്തേക്ക് കടന്നു വന്നു. അവിടെ നിന്ന് ഇഖാമത്ത് കൊടുത്തു. ഉമർ തങ്ങൾ ഇമാമായി കയറി നിൽക്കുകയാണ്. ഇസ്ലാമിന്റെ ഖലീഫയാണല്ലോ. അവിടെ നിന്ന് ഇമാമത്ത് കയറി നിന്നു. അല്ലാഹുവേ നിയ്യത്ത് ചെയ്ത് കൈകെട്ടുകയാണ്. അവിടെ വച്ചകത്ത് പോയി, അവിടെ നിന്ന് ഫാത്തിഹ ഓതി. പടച്ചവനെ, സ്വഹാബികൾ മുഴുവനും കൈകെട്ടിയിട്ട് പുറകിൽ നിൽക്കുകയാ. ഉമർ തങ്ങൾ സൂറത്തു ത്വാഹ, സുബഹിക്ക് ഓതിയ സൂറത്തു ത്വാഹ, സുബഹിക്ക് നമസ്കാരത്തിന് ഓതിയ സൂറത്തു ത്വാഹ. നമ്മുടെ പള്ളിയിലെ ഉസ്താദ് എങ്ങാനും സബ്ബിഹിസ്മ ഓതിയ പുറകിൽ നിന്ന് ഞാനും നിങ്ങളും ചുമയ്ക്കും ഒന്ന് നിർത്താൻ. അള്ളാഹു കാക്കുമാറാകട്ടെ. നമ്മുടെ പള്ളിയിൽ ഉസ്താദ് എങ്ങാനും സുബഹിക്ക് കയറി എന്നിട്ട് വെള്ളിയാഴ്ചയൊക്കെ സജദ ഓതാറുണ്ട്. വെള്ളിയാഴ്ച എന്ന് തൂങ്ങണേ നമ്മള്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സുബഹി നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാ. സഹാബികൾ മുഴുവനും പുറകിൽ ഇങ്ങനെ കൈകെട്ടികെട്ടി നിൽക്കുമ്പോ അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന മജൂസിയായ ഒരു മനുഷ്യനുണ്ടല്ലോ, വിഷം കടത്തിയ ഒരു കടാരയുമായി പള്ളിക്കകത്ത് കയറി വരികയാണ്. എല്ലാവരുടെ മുന്നിലൂടെ നടന്നു പോവുകയാണ്. കയ്യിൽ കത്തി പിടിച്ചിട്ടുണ്ട്. നടന്നിങ്ങനെ മുന്നിലൂടെ നടന്നു പോയി. ഇമാമത്ത് നിൽക്കുന്ന മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവരുടെ അടിവയറ്റിലേക്ക് വിഷം കടത്തിയ കടാരയെന്ന് കുത്തിയിറക്കുകയാ. ഉമർ തങ്ങളുടെ കുത്തുകൊണ്ട് പടച്ചവരെ രക്തമൊഴുകുകയാ. ഈ കുത്തിയ മനുഷ്യനുണ്ടല്ലോ, അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ ആ പള്ളിക്കകത്ത് നമസ്കരിച്ചു കൊണ്ടിരുന്ന 7ഓളം വരുന്ന സ്വഹാബികളെ കുത്തിയെന്നോ മലർത്തുകയാ. ഇമാമിനെ മാത്രമല്ല കുത്തിയത്, പിന്നെ നമസ്കരിച്ചു കൊണ്ടിരുന്ന 7ഓളം വരുന്ന സ്വഹാബികള്. ചരിത്രം പറയുന്നു 17ആണെന്നും പറയുന്നു 7ആണെന്ന് പറയുന്നു. അതാ സ്വഹാബികള് കുത്തുകൊണ്ട് പിടഞ്ഞ് താഴെ വീഴുകയാണ്. അവൻ ജീവനോടെ ഇറങ്ങിപ്പോയി. ഒരാള് പോലും കൈയടിച്ചില്ല, ഒരാള് പോലും ഇറങ്ങി ഓടിയില്ല, ഒരാള് പോലും തടഞ്ഞില്ല. പടച്ചവനെ, എല്ലാവരും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. അതാ സ്വഹാബികളെ പിടഞ്ഞു താഴെ വീണു. ഇസ്ലാമിന്റെ ഖലീഫയായ ഇമാമായ ഉമർ തങ്ങള് നമസ്കരിക്കാൻ കഴിയാതെ അല്ലാഹുവേ പിടയുകയാ. ഉമർ തങ്ങൾ വിളിച്ചു പറഞ്ഞു, അല്ലാഹു അക്ബർ. പഠിക്കടാ ചെറുപ്പക്കാരാ,
നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു അല്ലാഹു അക്ബർ. പടച്ചവനേ, അതാ തന്റെ പുറകിൽ നിന്ന് സ്വഹാബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു നിൽക്കുകയാണ്, പുറകിൽ നിൽക്കുകയാണ്. ഇമാമിന് നിൽക്കാൻ പറ്റില്ല എന്ന സൂചന കൊടുത്തപ്പോ പുറകിൽ നിന്ന് സ്വഹാബി മുന്നിലേക്ക് കയറുകയാ. മൃതങ്ങൾ പിടഞ്ഞു താഴെ വീണു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ നമസ്കാരം തുടരുകയാ. കാലിന്റെ ചുവട്ടിലാ ഖലീഫ കടന്ന് പിടയുന്നത്. പക്ഷേ കെട്ടിയ കൈയടിച്ചില്ല, ഒരാളും നിലവിളിച്ചില്ല, ഒരാളും ഇറങ്ങി ഓടിയില്ല. കാരണം എന്തെന്നറിയുമോ? ആരുടെ മുന്നിലാ നിൽക്കുന്നതെന്നറിയുമോ? ഈ പ്രപഞ്ചം മുഴുവൻ വടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ചറപ്പിന്റെ മുന്നിലാ കൈകെട്ടിയിട്ട് പറഞ്ഞതിന്റെ അർത്ഥം അറിയുമോ ചെറുപ്പക്കാരാ? വെച്ച കാലം മുതൽ നിസ്കരിക്കുന്നല്ലോ, 30, 40, 50, 60 വർഷം കൊണ്ട് നിസ്കരിക്കുന്ന വാപ്പാ, ഈ കൈകെട്ടിയിട്ട് നീ പറയുന്നതിന്റെ അർത്ഥം നിനക്കറിയുമോ? എല്ലാ നമസ്കാരത്തിലും പറയുമല്ലോ, ആ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് ഇന്ന് വരെ നീ പഠിച്ചിട്ടുണ്ടോ? സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി. അതൊരു കരാറാവാപ്പോ, അതൊരു പ്രതിജ്ഞയാണ് ചെറുപ്പക്കാരാ. അല്ലാഹുവാണ് വലിയവനെന്ന് പറഞ്ഞ് കൈകെട്ടിയിട്ട് ആരോട് പറയുന്നു? അല്ലാഹ്, എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ ചലനവും എന്റെ സർവ്വതും നിനക്കാണല്ലാ. പടച്ചവരോട് കരാർ ചെയ്യുകയാ, പടച്ചവരോട് പ്രതിജ്ഞ ചെയ്യുകയാ. അതുകൊണ്ടാണ് തന്റെ ഭരണാധികാരി ഇസ്ലാമിന്റെ അമീർ പോലും പിറന്നു വീണിട്ട്, പള്ളിയിലെ ഇമാമ് പോലും പിറന്നു വീണിട്ട് ഒരു സ്വഹാബി പോലും കൈയടിക്കാഞ്ഞത്, ഒരു സ്വഹാബി പോലും എഴുന്നേറ്റോടാഞ്ഞത്. എന്തിനീ ഉമർ തങ്ങളുടെ മകനുണ്ടല്ലോ, സ്വന്തം വാപ്പയാണ് കുത്തുകൊണ്ട് ഫ്രണ്ടിൽ കിടക്കുന്നത്. സ്വന്തം മകൻ പോലും ഉമർ തങ്ങളുടെ പൊന്നുമോ പോലും കൈയടിച്ചില്ല. അതാണടാ ചെറുപ്പക്കാരാ നമസ്കാരം എന്ന് പറഞ്ഞാൽ. അതാണ് എനിക്കും നിങ്ങൾക്കും പള്ളിയിൽ പോയി നിന്നിട്ട് പടച്ചവരെ നിസ്കരിക്കുന്ന കോലമൊന്നും പറയണ്ടല്ലോ. കൈ മടക്കുകയാണ്, എവിടെയാ നമസ്കാരത്തിലോ? മുടി നേരെയാക്കുകയാ, എവിടെയാ നമസ്കാരത്തിലോ? ഒരു കാലിങ്ങനെ കുത്തിയിട്ട് മറ്റേ കാലിങ്ങനെ പൊക്കി വെച്ച് നിൽക്കുകയാണ്. അടുത്ത് നിൽക്കുന്നവനെ കൈമുട്ടുകൊണ്ട് തട്ടുകയാ. എല്ലാം എവിടെ വെച്ച്? നമസ്കാരത്തിലാ. പടച്ചവനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു നമസ്കാരം പൂർത്തീകരിച്ചു. നമസ്കാരം പൂർത്തീകരിച്ചു. എല്ലാവരും ഓടി വരികയാണ്. മൃതങ്ങൾ പടച്ചവരെ, മൃതങ്ങൾ ബോധമില്ലാതെ കിടക്കുകയാ. എല്ലാവരും ഓടി വന്നു മൃതങ്ങളെ വിളിക്കുകയാണ്. പക്ഷേ എഴുന്നേക്കുന്നില്ലല്ലോ. എത്ര വിളിച്ചിട്ടും എഴുന്നേക്കുന്നില്ല. ആ സമയത്താണ് സുബഹി നമസ്കാരത്തിന് വാപ്പയുടെ പുറകിൽ നിന്ന് നിസ്കരിച്ച പൊന്നാര മകൻ വിളിച്ചു പറഞ്ഞു കൊടുക്കുന്നു, എന്റെ ഉപ്പ എഴുന്നേക്കടോ, എന്റെ വാപ്പ എഴുന്നേക്കടോ. നിരന്നിരിക്കുന്ന ഉപ്പമാരോട് ഒരു മകൻ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് എന്തെന്നറിയുമോ? ഈ നിരന്നിരിക്കുന്ന വാപ്പമാരോട് ചോദിക്കട്ടെ, നിങ്ങളുടെ മകനോടെങ്ങാടും നിങ്ങളുടെ മകളോടെങ്ങാടും നിങ്ങളെ കുറിച്ച് ചോദിച്ചാ എന്ത് പറയും വാപ്പാ? ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് മക്കൾ തരുന്ന സർട്ടിഫിക്കറ്റാ. അതുകൊണ്ടല്ലേ അതാ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, ഒരു ദുആ ചെയ്യുന്ന മനുഷ്യന് സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ടെന്നാ. ഏത് ദുആ എന്നറിയുമോ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ للمتقين إماما. അല്ലാഹുവേ, എന്നെ ഇമാമാക്കണേ അല്ലാ. പള്ളിയിലെ ഇമാമല്ല, പള്ളിയിലെ ഇമാമല്ല, للمتقين إماما. എന്റെ ഭാര്യക്കും മക്കൾക്കും മാതൃകയാകുന്ന, എന്റെ ഭാര്യക്കും മക്കൾക്കും മാതൃകയാകുന്ന, അവർക്ക് ഇമാമത്ത് നിൽക്കാൻ അർഹതയുള്ള ഒരു മനുഷ്യനാക്കി എന്നെ നീ മാറ്റണേ അല്ലാ.
എന്ന് ദുആ ചെയ്യണമെന്നല്ലേ മുത്തുനബി പഠിപ്പിച്ചത്. തന്റെ പിതാവ് രക്തത്തിൽ കുളിച്ചുകൊണ്ട് കിടക്കുകയാണ്. വാപ്പയെ വിളിച്ചിട്ട് എഴുന്നേക്കാതെ വന്നപ്പോ അതാ പ്രിയപ്പെട്ട മകൻ പറഞ്ഞു കൊടുക്കുന്നു, എന്റെ വാപ്പ എഴുന്നേക്കണോ, എന്റെ വാപ്പ എഴുന്നേക്കണോ. ആരെങ്കിലും അടുത്തു പോയിരുന്നിട്ട് പറ അസ്വലാ നമസ്കരിക്കാ സമയമായെന്ന് പറ. ബോധമില്ലാതെ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന പിതാവിന്റെ ചാരത്ത് ചെന്നിട്ട് നിസ്കാരമെന്നൊന്ന് പറ, നിസ്കാരമെന്നൊന്ന് പറ. അതാ സ്വഹാബികൾ അവിടെന്ന് ഉമർ തങ്ങളുടെ ചാരത്ത് ചെന്നു. അവിടെന്ന് പറഞ്ഞു, ഉമറേ നമസ്കാരമെന്ന് പറയുമ്പോ തങ്ങളെ ഞെട്ടി ഉണരുകയാണ്. ആദ്യത്തെ ചോദ്യം, സഹാബ നമസ്കാരം പൂർത്തീകരിച്ചോ സഹാബ? എന്റെ പ്രിയമുള്ളവരെ, ഉമർ തങ്ങളുടെ വായിലൊഴിക്കുന്ന വെള്ളമുണ്ടല്ലോ, വയറിലൂടെ പുറത്തേക്ക് പോവുകയാണ്. ഇതുപോലെ ഉമർ തങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. മരണത്തിന്റെ അടയാളമായി, സക്കറാത്തിന്റെ അവസ്ഥയായി, രക്ഷപ്പെടില്ല എന്ന് മനസ്സിലായി. എല്ലാവരും ഇങ്ങനെ ചാരത്ത് നിൽക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാ, ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നിട്ട് പറയുന്നു, യാ അമീറൽ മുഅ്മിനീൻ, അല്ലാഹുവേ. ഉമർ തങ്ങളുടെ ചാരത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞവിടെന്ന് സന്തോഷിക്കൂ. എന്തിനാ നിങ്ങൾ കരയുന്നത്? എന്തിനാ നിങ്ങൾ വിഷമിക്കുന്നത്? എന്തിനാ നിങ്ങൾ പ്രയാസപ്പെടുന്നത്? നിങ്ങൾ ആരാണെന്ന് ഓർക്കും ഉമറേ. നിങ്ങൾ ആരായിരുന്നു? അല്ലാഹുവിന്റെ റസൂലിന്റെ തലയെടുക്കാൻ പോയ മനുഷ്യനായിരുന്നില്ലേ? നിങ്ങൾക്ക് അല്ലാഹു ഹിദായത്ത് നൽകിയില്ലേ? അല്ലാഹു നിങ്ങളെ മുസ്ലിമാക്കിയില്ലേ? മുത്തുനബിയുടെ കൈ പിടിച്ചിട്ടല്ലേ മുസ്ലിമായത്? ഷഹാദത്ത് കലിമ പറഞ്ഞത്. ആ മുത്തുനബി നിങ്ങളെ സ്നേഹിച്ചില്ലേ? ആ മുത്തുനബി നിങ്ങളെ സ്നേഹിച്ചില്ലേ? ആ മുത്തുനബി പടച്ചവര്, ആ മുത്തുനബിയുടെ ശഫാ മുത്തുനബി നിങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെട്ടല്ലോ. നിങ്ങൾക്ക് ഇസ്ലാമിന്റെ ഖലീഫയാകാൻ കഴിഞ്ഞില്ലേ? ഇനി ഏറ്റവും വലിയ ഭാഗ്യമെന്താ? ഒരാൾക്കും കിട്ടാത്ത ഭാഗ്യം അല്ലാഹു നിങ്ങൾക്ക് നൽകിയില്ലേ? ഒരു മനുഷ്യനും അല്ലാഹു കൊടുക്കാത്ത ഭാഗ്യം മദീനത്ത് കടന്ന് ഷഹീദാകാ. ഉമർ തങ്ങളുടെ കണ്ണ് നിറഞ്ഞുപോയി. ഉമർ തങ്ങളുടെ കണ്ണ് നിറഞ്ഞുപോയി. ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, ഉമറേ, ലോകത്തൊരു മനുഷ്യനും കൊടുക്കാത്ത ഭാഗ്യം അല്ലാഹു നിങ്ങൾക്ക് നൽകിയില്ലോ? ഷഹീദിന്റെ മരണം അല്ലാഹു നൽകിയില്ലോ? ഈ മദീനത്ത് കിടന്ന് മരിക്കാൻ, ഈ മദീനത്ത് കിടന്ന് ഷഹീദാകാൻ, ഈ യുദ്ധം ഹറാമാക്കിയ ഈ മദീനത്ത് കിടന്ന് ഷഹീദാകാൻ അല്ലാഹു നിങ്ങൾക്ക് ഭാഗ്യം നൽകിയില്ലോ? നിങ്ങൾ സ്വർഗത്തിലാണെന്ന് മുത്തുനബി പറഞ്ഞില്ലോ? നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? ചെറുപ്പക്കാരൻ ഉമർ തങ്ങളോട് ഇങ്ങനെ പറയുകയാണ്. ഉമർ തങ്ങൾക്ക് വലിയ സന്തോഷമായി. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ തിരിച്ചു നടക്കുമ്പോൾ, ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുമ്പോ ഉമർ തങ്ങൾ വിളിക്കുകയാണ്, യാ ബുനയ്യ. ഇത്രയും പറഞ്ഞിട്ട് തിരിഞ്ഞു പോകുന്ന ചെറുപ്പക്കാരന് ഉമർ തങ്ങൾ വിളിക്കുന്നു, പൊന്നുമോനെ ഒന്ന് നിൽക്കടാ. ഈ മദ്രസയുടെ ഫുണ്ട് തൂക്കാനല്ലേ മുണ്ടങ്ങ് താഴെ കിടക്കുന്നുണ്ട്. എന്തിനാ ഇനി ഈ ചങ്കാടകര് നോക്കുന്നത്? എന്റെയും നിങ്ങളുടെയും വസ്ത്രം നെരിയാണിക്ക് താഴെയാണെങ്കിൽ അത് അഹങ്കാരമുള്ളതിന്റെ അടയാളമാണ്. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹ് കാക്കുമാറാകട്ടെ. അപ്പൊ ഒന്ന് പൊക്കിക്കുക മുകളിലോട്ട്. ഇവിടെ പിന്നെ മുണ്ടെടുക്കാറില്ല, എല്ലാരും പാൻറ്. ഇവിടെ മുഴുവനും പാൻറ് ആയതുകൊണ്ട് കുഴപ്പമില്ല ഇൻഷാ അല്ലാഹ്. അപ്പൊ അഹങ്കാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ള അടയാളം ഞാൻ പറഞ്ഞു. ഇനി ഇരുന്നു. അപ്പൊ മനസ്സിലായല്ലോ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉണ്ടോ അഹങ്കാരമുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് ഒന്നാമത്തെ അടയാളമാണ് ഞാൻ ഈ പറഞ്ഞത്. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എഴുന്നേക്കാൻ പറഞ്ഞപ്പോ ആ ഗ്യാപ്പിൽ കുറച്ചുപേര് എഴുന്നേറ്റ് പോയി. അള്ളാഹു അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാതിരിക്കട്ടെ.